Christian soldiers marching us to war, looking unto Jesus, who is gone before. Like a mighty army moves the Church of God. Brothers, we are treading where the swings of trod. We are not divided, all one body we, one in hope and doctrine, one in charity. Onward, Christian soldiers, marching us to war, looking unto Jesus, who is gone before. Onward then, ye people, join our happy throng. Blend with ours your voices in the triumph song. Glory, praise, and honor unto Christ the King. This through countless ages, men and angels sing. Onward, Christian soldiers, marching us to war, looking unto Jesus, who is gone before. Warm greetings to all my viewers in the mighty name of our Lord and Savior Jesus Christ. Dear sisters and brothers, ദൈവരാജ്യം പ്രഘോഷിക്കുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിൽ വിശ്വാസമുള്ളവർക്ക് മാത്രമേ ദൈവരാജ്യം വരണമെന്ന ആഗ്രഹം ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് മാത്രമേ ദൈവരാജ്യത്തെ പ്രസംഗിക്കുവാനും കഴിയുകയുള്ളൂ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചപ്പോൾ ആ കർത്തൃ പ്രാർത്ഥനയിൽ നാം ഇപ്രകാരം കാണുന്നു: നിന്റെ രാജ്യം വരണമേ എന്ന്. ലെറ്റ് ദൈ കിങ്ഡം കം. ദൈവരാജ്യം എന്നാൽ ദൈവം നമ്മെ ഭരിക്കുന്ന ഇടമാണ്. ദൈവരാജ്യം നാം പ്രസംഗിക്കണമെങ്കിൽ അത് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതായത് സുവിശേഷം നാം അറിഞ്ഞിരിക്കണം. സാക്ഷാൽ ദൈവമായവൻ യേശുക്രിസ്തുവിൽ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു. മാനവരാശിയുടെ പാപങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് പകരമായി അവൻ ബലിയായി തീർന്നു. അവരുടെ പാപങ്ങൾ അവൻ ചുമന്നൊഴിച്ചു. നാം ആ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് പാപമോചനവും ദൈവമക്കൾ എന്ന പദവിയും പരിശുദ്ധാത്മാവിനെയും ലഭിക്കും. നാം അവൻ്റെ ഭരണത്തിന് കീഴിലാകും. ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കുവാനാണ് യേശുക്രിസ്തു വന്നത്. അവൻ നമുക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചു, മരിച്ചു, കബറടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു. ഇനിയും ഇതാ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു രാജാധിരാജാവായി വേഗം വരുന്നു. അവൻ മടങ്ങി വരുന്നു. അപ്പോൾ ആ ദൈവരാജ്യം അതിൻ്റെ സർവമഹത്വത്തോടെയും ഈ ഭൂമിയിൽ സംസ്ഥാപിതമാക്കപ്പെടും. അതിനുവേണ്ടിയാണ് നാം കാത്തിരിക്കുന്നത്. ആ ദൈവരാജ്യത്തെപ്പറ്റി പ്രസംഗിക്കുവാനാണ് നമ്മെ ദൈവം ആഹ്വാനം ചെയ്യുന്നത്. ഇന്നത്തെ സുവിശേഷ ഭാഗമാണ് വിശുദ്ധനായ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 7 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ.
നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് ഘോഷിപ്പീൻ. രോഗികളെ സൗഖ്യമാക്കുവീൻ, മരിച്ചവരെ ഉയർപ്പിപ്പീൻ, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവീൻ, ഭൂതങ്ങളെ പുറത്താക്കുവീൻ. സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുപ്പീൻ. മടിശീലയിൽ പൊന്നും വെള്ളിയും ചെമ്പും വഴിക്ക് പൊക്കണവും 2 ഉടുപ്പും ചെരുപ്പും വടിയും കരുതരുത്. വേലക്കാരൻ തൻ്റെ ആഹാരത്തിന് യോഗ്യനല്ലോ. ഏത് പട്ടണത്തിലോ ഗ്രാമത്തിലോ കടക്കുമ്പോൾ അവിടെ യോഗ്യൻ ആർ എന്ന് അന്വേഷിപ്പീൻ. പുറപ്പെടുവോളം അവിടെ തന്നെ പാർപ്പീൻ. ആ വീട്ടിൽ ചെല്ലുമ്പോൾ അതിന് വന്ദനം പറവീൻ. വീട്ടിന് യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിന്മേൽ വരട്ടെ. യോഗ്യതയില്ല എന്ന് വരികിൽ സമാധാനം നിങ്ങളിലേക്ക് മടങ്ങിപ്പോരട്ടെ. ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെയും നിങ്ങളുടെ വചനങ്ങളെ കേൾക്കാതെയും ഇരുന്നാൽ ആ വീടോ പട്ടണമോ വിട്ടുപോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളവേൻ. ന്യായവിധി ദിവസത്തിൽ ആ പട്ടണത്തേക്കാൾ സോദോമ്യരുടെയും ഗൊമോര്യരുടെയും ദേശത്തിന് സഹിക്കാവതാകും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരും ആയിരിപ്പീൻ. സ്വർഗരാജ്യം അഥവാ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് പ്രഘോഷിക്കുവാൻ ശിഷ്യന്മാരെ പറഞ്ഞയച്ചപ്പോൾ അവർ അനുവർത്തിക്കേണ്ടതായ മറ്റ് പല കാര്യങ്ങളും യേശുക്രിസ്തു അവരോട് പറഞ്ഞു. സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചത് സൗജന്യമായി മറ്റുള്ളവർക്ക് കൊടുപ്പീൻ. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് അവർ കാണത്തക്ക രീതിയിൽ അവരെ ശുശ്രൂഷിപ്പീൻ. അവരിലുള്ള രോഗികളെ സൗഖ്യമാക്കുകയും ഭൂതഗ്രസ്തരെ വിടുവിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും ഒക്കെ ചെയ്യുവീൻ. അതുപോലെ നിങ്ങളുടെ സുഖത്തിനും സൗകര്യത്തിനും ഉതകുന്നതായ യാതൊന്നും നിങ്ങൾ കൂടെ കൂട്ടരുത്. വേഴ്സ് 9 അതാണ് നാം കാണുന്നത്. ഡോണ്ട് ടേക്ക് എനി മണി വിത്ത് യു. ഡോണ്ട് ഈവൻ ക്യാരി എ ഡഫിൾ ബാഗ് വിത്ത് എക്സ്ട്രാ ക്ലോത്ത്സ് ആൻഡ് ഷൂസ് ഓർ ഈവൻ എ വാക്കിംഗ് സ്റ്റിക്ക്. എന്തിനാണ് യേശു ഇക്കാര്യം അവരോട് പറയുന്നത്? ദൈവരാജ്യ പ്രഘോഷണത്തിൻ്റെ അർജൻസി കാണിക്കുവാനാണ്. എത്രമാത്രം തിടുക്കത്തോടെ എത്രമാത്രം ധൃതിയിൽ ചെയ്തെടുക്കേണ്ട കാര്യമാണ് ദൈവരാജ്യ പ്രഘോഷണം. ഒട്ടും താമസം വരുത്തിക്കൂടാ. കാരണം ജനങ്ങൾ പാപത്തിൽ നശിക്കുകയാണ്. അവർ പാപം വിട്ടുതിരിയണം, മാനസാന്തരപ്പെടണം, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ഈ ലോകത്തിന് അവർ അനുരൂപരാകാൻ പാടില്ല. നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവഹിതം എന്താണ് എന്ന് അവർ തിരയണം. അവർ അത് മനസ്സിലാക്കണം. അങ്ങനെ മാനസാന്തരപ്പെടുന്നവർക്ക് മാത്രമേ ദൈവരാജ്യ പ്രവേശനം സാധ്യമാകുകയുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ സൗകര്യവും സുഖവും ഒന്നും നോക്കിക്കൂടാ. അതൊക്കെ തിരക്കി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ താമസിക്കും. ഒട്ടും താമസം വരുത്തിക്കൂടാ ദൈവരാജ്യ പ്രഘോഷണത്തിന്. നിങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങൾക്ക് ലഭിച്ചുകൊള്ളും. ഫോർ ദോസ് യു ഹെൽപ്പ് ഷുഡ് ഫീഡ് ആൻഡ് കെയർ ഫോർ യു. നിങ്ങൾ ആരോടാണോ ദൈവരാജ്യം പ്രസംഗിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടതെല്ലാം അവർ തന്നുകൊള്ളും. ഇവിടെ വേഴ്സ് 11 നാം കാണുന്നു, ഏത് പട്ടണത്തിലോ ഗ്രാമത്തിലോ കടക്കുമ്പോൾ അവിടെ യോഗ്യൻ ആർ എന്ന് അന്വേഷിപ്പീൻ. പുറപ്പെടുവോളം അവിടെ തന്നെ പാർപ്പീൻ. ആ വീട്ടിൽ ചെല്ലുമ്പോൾ അതിന് വന്ദനം പറവീൻ. വീട്ടിന് യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിന്മേൽ വരട്ടെ. എന്താണ് വീടിൻ്റെ യോഗ്യത അല്ലെങ്കിൽ വീട്ടിലുള്ളവരുടെ യോഗ്യത? ദൈവരാജ്യം പ്രസംഗിക്കപ്പെടുമ്പോൾ അത് ശ്രദ്ധയോടെ കേൾക്കുകയും കൈക്കൊള്ളുകയും അംഗീകരിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് യോഗ്യന്മാർ. ശിഷ്യന്മാരുടെ സമയവും ഊർജവും ഒക്കെയും ചെലവാക്കുന്നത് വൃഥാവാകയില്ല. അവർക്ക് മനസ്സിലാകും ഇവർ യോഗ്യതയുള്ളവരാണ്,
തങ്ങൾ പറഞ്ഞതെല്ലാം ഇവർ ശ്രദ്ധയോടെ കേട്ടു. അവർ അത് കൈക്കൊണ്ടു, തങ്ങളെ അംഗീകരിച്ചു. അങ്ങനെയാണ് അവർ യോഗ്യതയുള്ളവരാണോ യോഗ്യതയില്ലാത്തവരാണോ എന്ന് ശിഷ്യന്മാർ തീരുമാനിക്കുന്നത്. ആ ഭവനത്തിന്മേൽ അവർ ദൈവസമാധാനം അയക്കും. മറ്റൊരു കൂട്ടരെ നമുക്ക് കാണുവാൻ കഴിയും. ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെയും നിങ്ങളുടെ വചനങ്ങളെ കേൾക്കാതെയും ഇരുന്നാൽ ആ വീടോ പട്ടണമോ വിട്ടുപോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളവീൻ. ഇത് സിംബോളിക്കായിട്ട് യഹൂദന്മാർ ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു. അവരെ കൈക്കൊള്ളാതിരിക്കുന്നവരുടെ വീട് വിട്ടു പോകുമ്പോൾ അവരുടെ കാലിലെ പൊടി തട്ടിക്കളയുന്നത്. ഇതിന് കാരണം ദൈവരാജ്യം പ്രസംഗിക്കുവാൻ അവരുടെ ഇടയിലായിരുന്ന ശിഷ്യന്മാർ അവരുടേതായ സ്വഭാവ രീതികളോ സംസ്കാരമോ ഭക്ഷണ രീതികളോ സംസാര രീതികളോ ഒന്നും കൂടെ കൂട്ടുവാൻ പാടില്ല. അതിൽ നിന്നെല്ലാം വേർപെട്ട് നിൽക്കണം. അത് കാണിക്കുവാനാണ് നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളവീനെന്ന് പറയുന്നത്. അവിടെ നിന്നൊന്നും കൊണ്ടുപോകുന്നില്ല. അവരുടെ സംസ്കാരമോ അവരുടെ പ്രവൃത്തികളോ സംസാര രീതികളോ ആചാരമര്യാദകളോ ഒന്നും, അതൊന്നും ഇവർ കൂടെ കൂട്ടുന്നില്ല. എല്ലാം ഉപേക്ഷിക്കുകയാണ്. കാരണം അവർ യോഗ്യരല്ല. ദൈവരാജ്യം പ്രസംഗിച്ചത് അവർ കൈക്കൊണ്ടില്ല, ചെവിക്കൊണ്ടില്ല. അത് യോഗ്യതയില്ലാത്ത വീടായി ഇവർ കണക്കാക്കി. അവരെപ്പറ്റി പറയുന്നത്, ന്യായവിധി ദിവസത്തിൽ ആ പട്ടണങ്ങളെക്കാൾ സോദോമ്യരുടെയും ഗൊമോര്യരുടെയും ദേശത്തിന് സഹിക്കാവതാകും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്നാണ് യേശുക്രിസ്തു പറയുന്നത്. Verse 14, Any city or home that doesn't welcome you, shake off the dust of that place from your feet as you leave. Truly, the wicked cities of Sodom and Gomorrah will be better off at judgment day than they. ഈ സോദോം ഗോമോറ എന്ന് പറയുന്നത് മ്ലേച്ഛതയുള്ള സ്ഥലങ്ങളാണ്. അതായത് അവർ ന്യായവിധിക്ക് അർഹരായ ആളുകളാണ് അവിടെ താമസിക്കുന്നത്. ആ പട്ടണത്തിന് ന്യായവിധി വന്നു കഴിഞ്ഞു. ഇവിടെ യേശുക്രിസ്തു പറയുന്നത്, ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം കൈക്കൊള്ളാതിരിക്കുന്നവർ അല്ലെങ്കിൽ അവരുടെ വീടുകളും പട്ടണങ്ങളുമെല്ലാം ഈ സോദോം ഗോമോറായേക്കാൾ ന്യായവിധിക്ക് യോഗ്യരാണ് എന്നാണ്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നാം കേൾക്കേണ്ടതാണ് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം. ഇന്നും ഇത് അന്വർത്ഥമാണ്. കാരണം ഏറ്റവും തിടുക്കത്തോടെ പ്രസംഗിക്കപ്പെടേണ്ടതാണ് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം. കാരണം നമുക്ക് സുവിശേഷം നൽകപ്പെട്ട് കഴിഞ്ഞു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ് ആ സുവിശേഷം. നമുക്ക് വേണ്ടി അവൻ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി രക്ഷയ്ക്ക് ഉതകുന്നതായ സകലവും അവൻ ചെയ്തു കഴിഞ്ഞു. ആ കർത്താധികർത്തൻ ഇതാ രാജാധിരാജാവായി മടങ്ങി വരുന്നു, വേഗം വരുന്നു. അതുകൊണ്ട് എത്രത്തോളം തിടുക്കമായി നാം ചെയ്യേണ്ടതാണ് സുവിശേഷ ഘോഷണം. അന്ന് ശിഷ്യന്മാരോട് യേശു പറഞ്ഞു, ഐ ആം സെൻഡിങ് യു ഔട്ട് ആസ് ഷീപ്പ് എമംഗ് വൂൾസ്. ബി ആസ് വെറി ആസ് സെർപ്പൻസ് ആൻഡ് ഹാംലെസ് ആസ് ഡവ്സ്. പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരും ആയിരിക്കണം. shrewd as snakes and innocent as doves. എപ്രകാരമായിരിക്കണം നിങ്ങൾ ഈ ജനമധ്യത്തിൽ ആയിരിക്കേണ്ടത്? നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷമാണ് പ്രസംഗിക്കുന്നത്. സൗജന്യമായിട്ട് നിങ്ങൾക്ക് കിട്ടിയതാണ്. സൗജന്യമായിട്ട് നിങ്ങൾ കൊടുക്കണം. Salvation has cost one nothing.
നിങ്ങൾക്ക് സുവിശേഷം സ്വീകരിക്കുവാൻ തക്കവണ്ണം യാതൊന്നും ചെയ്യേണ്ടതായ കാര്യമില്ല. ചെയ്യേണ്ടതെല്ലാം യേശുക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്ത് കഴിഞ്ഞു. അവൻ ചെയ്തത് നാം വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. യേശുക്രിസ്തുവിനെ അംഗീകരിക്കുക, കൈക്കൊള്ളുക. പാപത്തിൽ ആണ്ട് ജീവിക്കുന്നവരോട് ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ എന്ന് വിളിച്ചു പറയുന്നത് വളരെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കാര്യമാണ്, വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്. അനവധിയായ പ്രതിബന്ധങ്ങൾ പ്രഘോഷകന് നേരിടേണ്ടതായി വരും. അപ്രകാരമുള്ള ഒരു വെല്ലുവിളി ഏറ്റെടുത്ത ഒരു വ്യക്തിയെ നമുക്ക് പഠിക്കാം പഴയ നിയമത്തിൽ നിന്നും. The book of Isaiah, chapter 6, verses 1-8. യഹൂദാഗൃഹത്തിൻ്റെ പാപവും ദൈവത്തിൻ്റെ ന്യായവിധിയും പ്രസംഗിക്കുവാൻ യെശയ്യാ പ്രവാചകൻ തയ്യാറായി. ആ വെല്ലുവിളി ഏറ്റെടുക്കുവാൻ യെശയ്യാ പ്രവാചകനെ പ്രേരിപ്പിച്ചത് ദൈവദർശനമാണ്, ദൈവവിശുദ്ധിയുടെ ആ ദർശനം. നമുക്ക് വായിക്കാം വേഴ്സ് 1 onwards. The year King Uzziah died, I saw the Lord. He was sitting on a lofty throne, and the temple was filled with his glory. Hovering about him were mighty six-winged seraphs. With two of their wings they covered their faces. With two others they covered their feet. And with two they flew. In a great antiphonal chorus they sang, Holy, holy, holy is the Lord of hosts. The whole earth is filled with his glory. Such singing it was. It shook the temple to its foundations, and suddenly the entire sanctuary was filled with smoke. Then I said, My doom is sealed, for I am a foul-mouthed sinner, a member of a sinful, foul-mouthed race. And I have looked upon the King, the Lord of heaven's armies. Then one of the seraphs flew over to the altar, and with a pair of tongs picked out a burning coal. He touched my lips with it and said, Now you are pronounced not guilty, because this coal has touched your lips. Your sins are all forgiven. Then I heard the Lord asking, Whom shall I send as a messenger to my people? Who will go? And I said, Lord, I will go, send me. ദൈവത്തിനു വേണ്ടി യഹൂദഗ്രഹത്തിന് അഥവാ കിങ്ഡം ഓഫ് ജൂഡ പ്രവാചക ശുശ്രൂഷ ചെയ്യുക എന്നത് വളരെ ദുഷ്കരമായ ഒരു കാര്യമായിരുന്നു. ദൈവം തന്നെ ഈ ജനത്തെപ്പറ്റി യെശയ്യാവിനോട് പറയുന്നത് വേഴ്സ് 9 നമുക്ക് കാണുവാൻ കഴിയും. നീ ചെന്ന് ഈ ജനത്തോട് പറയേണ്ടത്, നിങ്ങൾ കേട്ടുകൊണ്ടിട്ടും തിരിച്ചറിയുകയില്ല, നിങ്ങൾ കണ്ടുകൊണ്ടിട്ടും ഗ്രഹിക്കുകയുമില്ല. കണ്ടിട്ടും കാണാത്തവരെ പോലെയും കേട്ടിട്ടും കേൾക്കാത്തവരെ പോലെയുമായിരിക്കുന്ന ഒരു ജനത. എവർ ഹിയറിംഗ് ബട്ട് നെവർ അണ്ടർസ്റ്റാൻഡിങ്, എവർ സീയിങ് ബട്ട് നെവർ പെർസീവിങ്. ഇങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു അന്ന് കിങ്ഡം ഓഫ് ജൂഡ. പാപത്തിൽ ജീവിക്കുന്ന, പാപത്തിൽ രമിക്കുന്ന ഒരു ജനത. പക്ഷേ ദൈവം അവരെപ്പറ്റി ആഗ്രഹിച്ചത് അവർ കാണണം, കേൾക്കണം, ദൈവത്തെ അറിയണം. അവരുടെ പാപത്തെപ്പറ്റി അവർ ബോധമുള്ളവരായിരിക്കണം. ദൈവത്തെ തിരിച്ചറിഞ്ഞ് അവരുടെ പാപരോഗത്തിൽ നിന്ന് സൗഖ്യം പ്രാപിക്കുവാൻ തക്കവണ്ണം അവരുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് അവർ കടന്നു വരണം. എന്നാൽ ആ ഒരു പോയിന്റിലേക്ക് ഈ ജനം എത്തണമെങ്കിൽ കുറെ പിടിക്കും. ഈ ജനത്തിൻ്റെ നടുവിലേക്കാണ് ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന കർത്താവിൻ്റെ ചോദ്യം യെശയ്യാവ് കേൾക്കുന്നത്. ആ വെല്ലുവിളി ഏറ്റെടുക്കുവാൻ തക്കവണ്ണം യെശയ്യാവിന് ധൈര്യം കിട്ടിയത്
താൻ കണ്ട ദൈവദർശനമായിരുന്നു. എന്താണ് യെശയ്യാവ് കണ്ടത്? സർവശക്തനായ ദൈവം ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്നു, ഹൈ ആൻഡ് ലോഫ്റ്റി. അവൻ്റെ ചുറ്റും സെറാഫുകൾ നിൽക്കുന്നു, 6 winged സെറാഫിം. ദൈവവിശുദ്ധിയെ കാണുവാൻ വഹിയാതെ വണ്ണം 2 ചിറകുകൾ കൊണ്ട് അവർ മുഖം മൂടുകയാണ്. 2 ചിറകുകൾ കൊണ്ട് അവർ പാദങ്ങൾ മൂടുകയാണ്. 2 ചിറകുകൾ കൊണ്ട് അവർ പറന്ന് ഒരു സെറാഫ് മറ്റൊരു സെറാഫിനോട് പറയുകയാണ്, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സർവഭൂമിയും ഈ അഖിലാണ്ടം മുഴുവൻ അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ദൈവവിശുദ്ധിയെ ദർശിച്ച യെശയ്യാവ് തൻ്റെ മുമ്പിലുള്ള വെല്ലുവിളി ഏറ്റെടുക്കുവാൻ തക്കവണ്ണം പ്രാപ്തനായി. യെശയ്യാവ് ഈ ദർശനം കാണുന്നത് യേശുക്രിസ്തുവിന് മുമ്പ് 8-ാം നൂറ്റാണ്ടിലാണ്, അറൗണ്ട് 740 BC. പ്രിയ സഹോദരങ്ങളെ, ഇന്നും ഇങ്ങനെയുള്ള ജനം നമുക്ക് ചുറ്റുമുണ്ട്. യേശുക്രിസ്തുവിനെ പറ്റി കേട്ടിട്ടും കേൾക്കാത്തവരെ പോലെ. അവർ ഗ്രഹിക്കുന്നില്ല. യേശുക്രിസ്തു ചെയ്ത വീര്യപ്രവർത്തികൾ കണ്ടിട്ടും അവർ കാണാത്തവരെ പോലെ ആയിരിക്കുകയാണ്. ഈ ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെയും കണ്ടിട്ടും. യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് എത്രമാത്രം ആസന്നമായിരിക്കുന്നു എന്ന് അറിഞ്ഞിട്ടും അവർ തിരിച്ചറിയുന്നില്ല, അവർ ഗ്രഹിക്കുന്നില്ല. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുകയാണ്. എന്നിട്ടും അതൊന്നും കേൾക്കാത്തവരെ പോലെ അവരുടെ ചെവി മന്ദമായിരിക്കുകയാണ്, അവരുടെ ഹൃദയം തടിച്ചിരിക്കുകയാണ്, കണ്ണ് അടഞ്ഞിരിക്കുകയാണ്. ഇപ്രകാരം ചെവി അടഞ്ഞവരെ, തിരിച്ചറിവില്ലാത്തവരെ, ഗ്രഹിക്കാത്തവരെ ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണം, അവരോട് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പറയുവാൻ തക്കവണ്ണം, ആ പ്രവാചക ശുശ്രൂഷ ഏറ്റെടുക്കുവാൻ തക്കവണ്ണം നാം ഒരുക്കമാണോ? ഈ പ്രവാചക ശുശ്രൂഷ എന്ന് പറയുന്നത് വളരെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ശുശ്രൂഷയാണ്. തികച്ചും അസാധ്യമായ കൃത്യമാണ്. പക്ഷേ യെശയ്യാവ് അന്ന് അതിന് ചുമൽ കൊടുത്തു. അതുപോലെ ദൈവത്തിൻ്റെ സ്നേഹവും യേശുക്രിസ്തുവിൻ്റെ രക്ഷ, യേശുക്രിസ്തു ചെയ്ത മനുഷ്യന് നേടിക്കൊടുത്ത ആ രക്ഷ, ആ രക്ഷാകര ദൗത്യം, അത് പ്രസംഗിക്കുക എന്നതും ഒരു പ്രയാസമേറിയ അല്ലെങ്കിൽ വെല്ലുവിളികൾ ഉയർത്തുന്ന ചുമതലയാണ്. ഇറ്റ് വോണ്ട് ബി ഈസി, ഇറ്റ് വോണ്ട് ബി ഫൺ, ഇറ്റ് വോണ്ട് ബി കംഫർട്ടബിൾ. നാം അതിന് തയ്യാറാകുമോ? ഇനി നമുക്ക് നോക്കാം ദൈവരാജ്യം പ്രസംഗിക്കയിൽ പൗലോസ് അപ്പോസ്തലന് നേരിടേണ്ടി വന്ന പ്രതിബന്ധങ്ങളിൽ ചിലത്. ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 19 verses 8-12. പിന്നെ പൗലോസ് സിനഗോഗിൽ ചെന്ന് ദൈവരാജ്യത്തെക്കുറിച്ച് സംവാദിച്ചും സമ്മതിപ്പിച്ചും കൊണ്ട് 3 മാസത്തോളം പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു. എന്നാൽ ചിലർ കഠിനപ്പെട്ട് അനുസരിക്കാതെ പുരുഷാരത്തിൻ്റെ മുമ്പാകെ ഈ മാർഗത്തെ ദുഷിച്ചപ്പോൾ പൗലോസ് അവരെ വിട്ട് ശിഷ്യന്മാരെ വേർതിരിച്ചു. തുറന്നോസിൻ്റെ പാഠശാലയിൽ ദിനംപ്രതി സംവാദിച്ചു പോന്നു. അത് 2 സംവത്സരത്തോളം നടക്കയാൽ ആസ്യയിൽ പാർക്കുന്ന യഹൂദന്മാരും യവനന്മാരുമെല്ലാം കർത്താവിൻ്റെ വചനം കേൾപ്പാൻ ഇടയായി. ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവൃത്തികളെ ചെയ്യിക്കയാൽ അവൻ്റെ മെയ്മേൽ നിന്ന് റോമാലും ഉത്തരീയവും രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറപ്പെടുകയും ചെയ്തു. എഫേസോസിൽ അവിടുത്തെ സിനഗോഗിൽ
പൗലോസ്ലീഹ പ്രസംഗിച്ചതാണ് ഇവിടെ കാണുന്നത്. Then Paul went to the synagogue and preached boldly each Sabbath day for 3 months, telling what he believed and why, and persuading many to believe in Jesus. താൻ എന്തിനാണ് ഈ യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത് എന്ന് വളരെ പ്രാഗൽഭ്യത്തോടെ ആ സിനഗോഗിൽ പൗലോസ്ലീഹ പ്രസംഗിച്ചു. മാനവകുലത്തിൻ്റെ രക്ഷയ്ക്കായി സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന സാക്ഷാൽ ദൈവം, മനുഷ്യരൂപത്തിൽ വന്ന സാക്ഷാൽ ദൈവം, അവൻ മാനവജാതിക്ക് എന്താണ് ചെയ്തത്? അവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനും നിത്യരാജ്യത്തിൽ ഓഹരിയും ലഭിക്കും. ഇതെല്ലാം വളരെ പ്രാഗൽഭ്യത്തോടെ പൗലോസ്ലീഹ പ്രസംഗിച്ചു. പക്ഷേ 3 മാസം മാത്രമേ അവിടെ പ്രസംഗിക്കുവാൻ അപ്പസ്തോലന് കഴിഞ്ഞുള്ളൂ. എന്താണ് കാരണം? വേഴ്സ് 9, but some rejected his message and publicly spoke against Christ, so he left, refusing to preach them again. ചിലർ യേശുക്രിസ്തുവിൻ്റെ വചനത്തെ ദുഷിച്ചു പരസ്യമായി. അതുകൊണ്ട് പൗലോസ് അവരെ വിട്ടുമാറി. പൗലോസ്ലീഹായ്ക്ക് സമയമില്ല, വെറുതെ തർക്കിച്ചു നിൽക്കുവാൻ അല്ലെങ്കിൽ സമയം കളയുവാനില്ല. ദൈവരാജ്യ പ്രഘോഷണം വളരെ തിടുക്കത്തിൽ, വളരെ അർജൻറ്റായിട്ട് ചെയ്യേണ്ടതാണ്. അത് വെച്ച് താമസിപ്പിച്ചുകൂടാ. കാരണം നാം ആരെയാണോ പ്രസംഗിക്കുന്നത് ആ യേശുക്രിസ്തു രാജാധിരാജാവായി വേഗം മടങ്ങി വരുന്നു. അതിനു മുമ്പ് സകലജാതിയോടും സുവിശേഷം പറയണം. പൗലോസ് അവരെ വിട്ടുമാറുകയാണ്. പിന്നീട് എന്താണ് പൗലോസ്ലീഹ ചെയ്തത്? Pulling out the believers, he began a separate meeting at the lecture hall of Tyrannus and preached there daily. ടിറാനസിൻ്റെ ലെക്ചർ ഹാളിൽ ദിനംപ്രതി പൗലോസ്ലീഹ സംവദിച്ചു പോന്നു. This went on for next 2 years. കാരണം പൗലോസിനെ ശ്രവിക്കുവാൻ, പൗലോസ് പ്രസംഗിക്കുന്ന ക്രിസ്തുവിനെ കേൾക്കുവാൻ ഉത്സുകരായി ധാരാളം പേർ, യഹൂദന്മാരും അതുപോലെ ജാതികളിൽ നിന്നുള്ളവരുമെല്ലാം വന്നുകൂടി. അതുകൊണ്ടാണ് 2 വർഷക്കാലം അവിടെ തങ്ങുവാൻ, അവിടെ നിന്ന് പ്രസംഗിക്കുവാൻ പൗലോസിന് സാധിച്ചത്. This went on for the next 2 years, so that everyone in the Turkish province of Asia, both Jews and Greeks, heard the Lord's message. And God gave Paul the power to do unusual miracles, so that even when his handkerchiefs or parts of his clothing were placed upon sick people, they were healed, and any demons within them came out. വിശ്വസിക്കാത്തവരുടെ ഇടയിൽ അവർ വിശ്വസിക്കുവാൻ തക്കവണ്ണം താൻ പ്രസംഗിക്കുന്ന ഈ യേശു സാധാരണക്കാരനല്ല, അവർ അവഗണിക്കുന്ന ഈ വ്യക്തി സാധാരണ വ്യക്തിയല്ല, അവൻ സാക്ഷാൽ ദൈവമാണ് എന്ന് തെളിയിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം, അവർക്കത് മനസ്സിലാകത്തക്കവണ്ണം അസാധാരണമായ വീര്യപ്രവർത്തികൾ പൗലോസ്ലീഹായിൽ കൂടെ ദൈവം ചെയ്യുകയാണ്. അവിടെ സംഭവിച്ചത്, പൗലോസിൻ്റെ റൂമാലും ഉത്തരീയവുമെല്ലാം രോഗികളുടെ മേൽ കൊണ്ടുവന്നിട്ടപ്പോഴെല്ലാം രോഗികൾ സൗഖ്യമായി, അവരിലുള്ള ഭൂതങ്ങൾ പുറത്തായി. അങ്ങനെ അസാധാരണമായ വീര്യപ്രവൃത്തികൾ അവിടെ നടക്കുവാനിടയായി. പ്രിയ സഹോദരങ്ങളെ, നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്, ദൈവവചനം വളരെ തിടുക്കത്തോടെ നാം പ്രസംഗിക്കുമ്പോൾ എവിടെയെങ്കിലും തടസ്സമുണ്ടായാൽ നാം അവിടെ നിന്ന് സമയം കളയാതെ അടുത്തുള്ള സ്ഥലത്തേക്ക് ദൈവവചനം കേൾക്കുവാൻ ഉത്സാഹത്തോടെ ഇരിക്കുന്നവരുടെ അടുത്തേക്ക് പോകുക. അത്രമാത്രം ഇമിനൻസി നാം കാണിക്കണം. കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരുന്നു. അതായിരിക്കണം നമ്മുടെ ഉള്ളിലുള്ള അണയാത്ത തീജ്വാല.
അത് നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നാം മുന്നേറും. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ഒട്ടുമേ ലജ്ജയില്ല. സുവിശേഷം അറിയിക്കുന്നതിൽ ഞാൻ എല്ലാവർക്കും കടക്കാരനാണ്, ജ്ഞാനികൾക്കും ബർബരന്മാർക്കും ബുദ്ധിമാന്മാർക്കും ബുദ്ധിഹീനർക്കുമെല്ലാം. അതുപോലെ റോമിലുള്ള വിശ്വാസികളെക്കുറിച്ച് പൗലോസ്ലിഹായ്ക്ക് അഭിമാനമാണ്. താൻ യാത്ര ചെയ്യുന്നിടത്തെല്ലാം അവരുടെ വിശ്വാസം പ്രസിദ്ധമാണ്, അവരെ കാണുവാൻ വാഞ്ചിക്കുന്നു, അവരുമായി വിശ്വാസം ഷെയർ ചെയ്ത് എൻകറേജ്ഡ് ആകുവാൻ ആഗ്രഹിക്കുന്നു എന്ന് വിശദമാക്കുന്ന വചനപാഠമാണ് അവസാനമായി നമുക്ക് പഠിക്കുവാനുള്ളത്. റോമൻസ് ചാപ്റ്റർ 1 വേഴ്സസ് 8-17. Let me say first of all that wherever I go, I hear you being talked about, for your faith in God is becoming known around the world. How I thank God through Jesus Christ for this good report and for each one of you. God knows how often I pray for you. Day and night I bring you and your needs in prayer to the one I serve with all my might, telling others the good news about his Son. And one of the things I keep on praying for is to visit you so that I can impart to you the faith that will help your church grow strong in the Lord. Then too I need your help, for I want not only to share my faith with you, but to be encouraged by yours. Each of us will be a blessing to the other. എത്ര വലിയൊരു സത്യമാണ് പൗലോസ്ലിഹ ഇവിടെ പറയുന്നത്. പരസ്പരം വിശ്വാസം ഷെയർ ചെയ്ത് എൻകറേജ്ഡ് ആകുക. അങ്ങനെയാണ് ദൈവകൃപയിലായിരിക്കുവാൻ, ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുവാൻ കഴിയുന്നത്. പരസ്പരമുള്ള ആ ഷെയറിങ്. Each of us will be a blessing to the other. For I owe a great debt to you, to everyone else, both to civilized people and uncivilized alike, as to the educated and uneducated alike. So to the fullest extent of my ability, I am ready to come also to you in Rome to preach God's good news. പൗലോസ്ലിഹ പറയുന്നു, I owe a great debt to you and to everyone else, both to civilized people and uncivilized alike. Yes, to the educated and uneducated alike. Verse 16. For I am not ashamed of this good news about Christ. It is God's powerful method of bringing all who believe it to heaven. This message was preached first to the Jews alone, but now everyone is invited to come to God in this way. ഇന്നത്തെ കീ വേഴ്സ് ഞാൻ എടുത്തിരിക്കുന്നതും ഈ വചനഭാഗത്തു നിന്നാണ്. റോമൻസ് 1:16. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാവുന്നുവല്ലോ. For I am not ashamed of this good news about Christ. It is God's powerful method of bringing all who believe it to heaven. This message was preached first to the Jews alone, but now everyone is invited to come to God in the same way. സുവിശേഷം പ്രസംഗിക്കുന്നതിൽ, ദൈവരാജ്യം പ്രഘോഷിക്കുന്നതിൽ അനവധിയായ പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും വെല്ലുവിളികളും നമുക്ക് നേരിടേണ്ടതായി വരും. There will be times when sharing God's love and gospel seem to be an impossible task. അത് അസാധ്യമെന്ന് നമുക്ക് തോന്നാം. There will be times when it is awkward, hard and sometimes utterly heartbreaking. എന്നാൽ ആദ്യം ഞാൻ ഇൻട്രൊഡക്ടറി ഹിമ്മിൽ പാടിയ പോലെ, Onward Christian soldiers marching us to war, looking unto Jesus who is gone before.
ക്രിസ്ത്യ സൈന്യമേ വാ പോരിൽ നിരയായി, മുൻപേ പോയ യേശുവെ തന്നെ നോക്കിയിടേൻ. ഗോഡ് ഈസ് ഓൾവേസ് സോവറിൻ ആൻഡ് കോൺസ്റ്റൻറ്റ്. അതുകൊണ്ട് അവൻ്റെ മക്കളായ നമുക്ക് അവനിലെ വിശ്വാസത്താൽ ആ വെല്ലുവിളികളെല്ലാം ഏറ്റെടുക്കുവാൻ കഴിയും. ഹിസ് കോൾ ഈസ് എ പ്രിവിലേജ് ആൻഡ് ഓണർ ഇഫ് വി ഡിസയർ ഇറ്റ് ടു ബി സോ. കിൻഡർഗാർട്ടൻ അറ്റ് ബെഥെസ്ദയിലെ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി ഞാൻ കരുതുകയാണ്. പുതിയൊരു എപ്പിസോഡുമായി നാം വീണ്ടും കണ്ടുമുട്ടും വരെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. I bless you in Jesus' name. Amen.